എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ കഴിഞ്ഞ മാസം ജൂൺ അവസാനത്തോടു കൂടി അതിരപ്പള്ളി പഞ്ചായത്തിലെ വെട്ടിക്കുടി പ്രദേശത്ത് റോയ് ചക്കാലക്കൽ എന്ന് പറയുന്ന ചേട്ടൻ്റെ വീട്ടിൽ അദ്ദേഹം വളരെ കാര്യമായിട്ട് വളർത്താൻ കൊണ്ടുവന്ന ഒരു 120ഓളം കോഴികളെ വളരെയധികം സ്നേഹിക്കുകയും അവയെ ശാപ്പിടുകയും ചെയ്ത നമ്മുടെ കോഴിക്കള്ളൻ പുലിയേട്ടൻ കൂട്ടിലകപ്പെടുകയും തുടർന്ന് ഫോറസ്റ്റ് സംവിധാനങ്ങൾ വൈദ്യപരിശോധന അടക്കമെല്ലാം ചെയ്തു തീർത്ത് ഒരു കുഴപ്പമില്ല, ആൾ ആരോഗ്യവാനാണ്. അങ്ങനെ നമ്മുടെ കോഴിക്കള്ളൻ പുലിയേട്ടനെ ടൈഗർ റിസർവ് ബഫർ സോണിൽ പറമ്പിക്കുളത്തുള്ള ബഫർ സോണിൽ കൊണ്ടുപോയി തുറന്നു വിട്ടിരിക്കുകയാണ്. സാധാരണ അങ്ങനെയാണ് ചെയ്യുക. ഈ നമ്മുടെ പുലിയേട്ടനെ സംബന്ധിച്ചിടത്തോളം കോഴിയാണ് ആളുടെ ഇഷ്ടഭക്ഷണം. അപ്പോൾ ഇത് കാടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെയും വരും. അതുകൊണ്ട് വളരെ ഉൾവനത്തിൽ നിന്നും കയറി പോയൊരു സ്ഥലത്താണ് ഇതിനെ തുറന്നുവിട്ടിരിക്കുന്നത്. അവൻ വളരെ കൂളായിട്ടാണ് ആ ചാടിപ്പോകുന്ന കാഴ്ച കാണുന്നത്. ഈ പുലി വംശത്തെപ്പറ്റി നമ്മൾ അതിൻ്റെ ഒരു ചരിത്രം മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. മാർജാര വംശത്തിൽപ്പെട്ട പന്താര ജനസിൽപ്പെട്ട ഒരു വർഗ്ഗമാണ് ഈ പുലി. അത് തന്നെ ഈ പന്താര വംശത്തിൽപ്പെട്ടതാണെന്നുള്ളതിന് തർക്ക വിഷയമുണ്ട്. 6.37 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ഈ പന്താര ജനസുമായിട്ട് ഈ പുലിവംശം വേർപിരിയുന്നത്. പ്രധാനമായിട്ടും ഇപ്പോൾ ഇന്ത്യ, അതുപോലെ തന്നെ ആഫ്രിക്ക തുടങ്ങിയ പ്രദേശങ്ങളിലാണ്, ചൈന, ബർമ്മ തുടങ്ങിയ സ്ഥലങ്ങൾ, ശ്രീലങ്ക, അറേബ്യൻ നാടുകൾ, ഇവിടെയൊക്കെയാണ് ഇത് കാണുന്നത്, ഈ പുലിയെ കാണുന്നത്. ഇവിടെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു മൃഗങ്ങളെ അപേക്ഷിച്ച് ഏത് സാഹചര്യത്തോടും അടുക്കാനായിട്ടൊരു സവിശേഷമായ കാര്യം ഈ പുലിക്കുണ്ട്. അസാധാരണമായ ചുവടുകളും നീക്കങ്ങളായിരിക്കും. അതാണ് പുലി നീക്കം. ഇവർ ഏത് സമയത്തും അസാധാരണമായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് ഇരയെ പിടിക്കും. ഇനി ഇരയെ പിടിച്ചു കഴിഞ്ഞാൽ എത്ര ഉയരമുള്ള സ്ഥലത്തേക്കും പിടിച്ചുകൊണ്ട് പോകുന്നത്. ചെറിയ മൃഗങ്ങൾ, ചെറിയ പക്ഷികൾ എന്നിവയൊക്കെയാണ് നമ്മുടെ പുലിയേട്ടൻ്റെ ഇഷ്ടഭക്ഷണങ്ങൾ. ജാഗറുമായിട്ട് ഇതിനൊരു താരതമ്യം തോന്നാം, പക്ഷേ ജാഗറല്ല. ജാഗറിനെ സംബന്ധിച്ചിടത്തോളം ജാഗറിൻ്റെ പുള്ളിക്കുത്തുകളിൽ പാടുകൾ കാണാം. എന്നാൽ ഈ നമ്മുടെ ഇവിടെ കാണുന്ന പുലികൾക്കൊന്നും അങ്ങനെയില്ല. ഇന്ത്യൻ പുലിവംശത്തിൽപ്പെടുന്ന സംഗതിയാണ് ഈ നമ്മുടെ ഇവിടെ കാണുന്ന പുലികൾ. തീർച്ചയായിട്ടും ആദ്യം 27ഓളം പുലി വിഭാഗങ്ങളുണ്ട് എന്നാണ് കണ്ടെത്തിയിരുന്നത്. പക്ഷേ 96-ലെ DNA സാമ്പിളൊക്കെ എടുത്തതിന് ശേഷം അത് 8 വിഭാഗത്തിലേക്കും പിന്നീട് അവസാനം അറേബ്യൻ പുലി വിഭാഗവും കണ്ടെത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ആഫ്രിക്കൻ പുലിവംശം, അതുപോലെ തന്നെ അമൂർ ഇന്ത്യൻ വംശം, അതുപോലെ ഇൻഡോ ചൈനീസ് വംശം, ജാവൻ വംശം, ശ്രീലങ്കൻ വംശം, അറേബ്യൻ വംശം, ഇങ്ങനെയുള്ള വിഭാഗങ്ങളാണ് ഇപ്പോൾ പൊതുവെ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇവിടെ കണ്ട ഈ പുലിക്ക് ഏകദേശം ഒരു 4 വയസ്സ് വരെ പ്രായം തോന്നിക്കാമെന്നാണ് ഞാൻ സംവിധാനങ്ങളോട് അന്വേഷിച്ച് പറയാൻ സാധിച്ചത്. 4 വയസ്സെന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റി വന്ന ഒരു സംഭവമാണ്. ഒരു 3.5 തൊട്ട് 4 വരെ എന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റി വന്ന സംഭവമാണ്. ഈ പുലിയുടെ അമ്മയോടൊപ്പം കഴിയുന്നത് എന്ന് പറയുന്ന ഒരു ജനിച്ചൊരു 2 വയസ്സ് വരെയാണ്. അത് കഴിഞ്ഞ് ഇവർ സ്വതന്ത്രരാകും. പിന്നെ ഇവരുടേതായിട്ടുള്ള ഇടങ്ങളുണ്ട്. നമ്മുടെ ഈ കൂട്ടിലകപ്പെട്ട പുലിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് കോഴിയാണ്. ഇപ്പോൾ 120ഓളം കോഴിയെ ശാപ്പിട്ടു എന്നൊക്കെ പറയുമ്പോൾ ഇത് വന്ന് തുടങ്ങിയിട്ട് കുറേ നാളായിട്ടുണ്ട്. രസം പറ്റി ഈ കാടിൻ്റെ ഭാഗങ്ങളിൽ വന്ന് തുടങ്ങിയിട്ട് കുറേ നാളുകളായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം കോഴിയാണ്. അവസാനം കോഴി തന്നെ പുലിയേട്ടനെ കൂട്ടിലകപ്പെടാനായിട്ട് കാരണമായി. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ഫോറസ്റ്റ് സംവിധാനങ്ങൾക്ക് ഇങ്ങനെ ഒരു പുലി കൂട്ടിലകപ്പെടുന്നത്. സാധാരണ ഇതിനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു സംവിധാനങ്ങളുടെ ഒരു സാധാരണ ചെയ്യുന്നത് ഏതെങ്കിലും ഉൾവനങ്ങളിൽ വളരെയധികം ഉള്ളിലേക്ക് കയറിയിട്ടുള്ളൊരു ഭാഗത്ത് ഇതിനെ തുറന്നു വിട്ടിട്ട് പോരുകയാണ് സാധാരണ ചെയ്യുന്നത്. എന്തായിരുന്നാലും നമ്മുടെ ചാലക്കുടി ഭാഗത്തും കൊരട്ടി ഭാഗത്തും കണ്ട പുലിയെ പിടിക്ക് പോയി എന്നുള്ളൊരു പിടിപാടില്ല. അവിടെയൊക്കെ കുറേ കൂടുകൾ വെച്ച് നമ്മൾ കാത്തിരുന്നു. പക്ഷേ അതിരപ്പള്ളി പഞ്ചായത്തിൽ വെട്ടിക്കുഴി ചക്കാലക്കൽ റോയിച്ചാൻ്റെ വീട്ടിൽ വെച്ചിരുന്ന ഈ കൂട്ടിൽ നമ്മുടെ കോഴിയെ ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കാം, അത്രയേറെ ഇഷ്ടപ്പെട്ടായിരിക്കും കൊണ്ടിട്ട്. ഇനിയിപ്പോൾ പറമ്പിക്കുളത്തുള്ള ടൈഗർ റിസർവ് ബഫർ സോണിലാണ് തുറന്നു വിട്ടത്. ടൈഗറൊക്കെ ആളുടെ വംശത്തിൽപ്പെട്ട സംഗതികളാണ്. അവിടെ ഇനി എന്ത് ചെയ്യാവോ, വല്ല കോഴിയോ മറ്റോ വല്ലതും താറാവോ കിട്ടുമോ എന്നുള്ളത് അറിയില്ല. എന്തായിരുന്നാലും ഭാവുകങ്ങൾ യാത്രാമൊഴി നേരുന്നു.